എന്താ മോനെ, നമ്മുടെ കഴുതയ്ക്ക് വല്ലതും കഴിക്കാൻ കൊടുത്തുവോ? ആ കൊടുത്തു അച്ഛാ. ഇത്രയും രാവിലെ നമ്മൾ എവിടെയാ പോകുന്നത്? നഗരത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ശരി വാ, നമുക്ക് വേഗം പോകാം, സമയമായി. ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ എവിടെയാ പോകുന്നത് ഇത്ര രാവിലെ? ഞങ്ങൾ നഗരത്തിലേക്ക് പോകുക. ഞാനെന്ത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? സവാരി ചെയ്യാൻ കഴുതുള്ളപ്പോൾ നിങ്ങൾ എന്തിനു നടന്നു പോകുന്നു? നിങ്ങൾ ആ കഴുതപ്പുറത്ത് കയറി സവാരി ചെയ്യാമല്ലോ. അതെ അച്ഛാ, അദ്ദേഹം പറയുന്നത് ശരിയാ. നമ്മൾ കഴുതപ്പുറത്ത് കയറി പോവാം. നിന്റെ ആലോചനയ്ക്ക് നന്ദി. നമുക്ക് സമയമായി, വരൂ വേഗം പോവാം. ശരി, നമുക്ക് പോകാം, വാ. നീ കഴുതപ്പുറത്ത് സുഖമായി കയറിയിരിക്കുക, നമുക്ക് പോകാം. അച്ഛൻ കഴുതപ്പുറത്ത് കയറി വാ, ഞാൻ നടന്നു വന്നോളാം. സുഖം തന്നെയല്ലേ അമ്മേ? അമ്മയ്ക്ക് ഞങ്ങളുടെ നമസ്കാരം അമ്മേ. എനിക്ക് സുഖമാണ്. ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താന്ന് വെച്ചാ പാവോ ആ ചെറിയ ചെറുക്കൻ, അവൻ നടന്നു വരുന്നു. പക്ഷേ ആരോഗ്യമുള്ള നിങ്ങളോ ഈ കഴുതപ്പുറത്ത് ഇരുന്നു വരുന്നു. എന്താ? ഇവർ പറഞ്ഞത് ശരിയാ. എന്താ അച്ഛാ താങ്കൾ ഇത് ആലോചിക്കാത്തത്? ശരി, എന്നാ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. ആ, സുഖം തന്നെ. ഞങ്ങളുടെ കാലത്തിൽ ഞങ്ങൾ ആരും ഇങ്ങനെ നടന്നു പോയിട്ടേ ഇല്ല. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയാണോ കഴുതപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നത്? പെറ്റപ്പൻ നടന്നു വരുന്നു, മകനാണെങ്കിൽ കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നു. ഇത് വളരെ മോശമായ കാര്യമല്ലേ മകനെ? എന്റെ ദൈവമേ, ഇത് കലികാലം തന്നെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും മകനെ? എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാ അച്ഛാ. നമ്മൾ രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി നഗരത്തിലേക്ക് പോവാം. ആലോചിക്കാൻ ഒന്നുമില്ല, കയറി ഇരിക്കേ. എത്ര ഭംഗിയുള്ള കഴുത. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് പാഞ്ചോന്നാ. പാവാണ് പാഞ്ചോ. അതിന്റെ മുഖത്ത് എത്ര ക്ഷീണം ഉണ്ടെന്ന് കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇതിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? പാവാണ് പാഞ്ചോ. ഇനി നമ്മൾ എന്ത് ചെയ്യും മകനെ? ഈ ചെറിയ പെണ്ണ് പറയുന്നത് ശരിയാ അച്ഛാ. ഈ കഴുതയ്ക്ക് ഇപ്പൊ നല്ല ക്ഷീണം കാണുമെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കഴുതയെ പൊക്കിക്കൊണ്ട് പോവാം. അപ്പൊ നമ്മളെ ആരും കുറ്റം പറയില്ല. എന്താ അച്ഛാ? ആ, അതും ശരി തന്നെ. അപ്പൊ പിന്നെ ആരെന്ത് പറയുമെന്ന് നോക്കാമല്ലോ.
നമ്മുടെ സ്ഥിതി എന്താണെന്ന് നീ കണ്ടുവോ മോനെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും പറഞ്ഞതുപോലെയല്ലേ നമ്മൾ ചെയ്തത്, എന്നിട്ടും എന്താ എല്ലാവരും നമ്മളെ കുറ്റം പറയുന്നത്? അതിൽ ചിലർ നമ്മളെ കളിയാക്കി, അതുമാത്രമല്ലാതെ ചിരിക്കുകയും ചെയ്യുന്നു. എന്തിനാച്ചാ? ഞാൻ പറയുന്നത് നീ കേക്ക് മകനെ. ഈ ലോകത്തെ നീ നിന്റെ കണ്ണുകൊണ്ട് മാത്രം കാണണം. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. എല്ലാവരെയും നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല മകനെ. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എനിക്കിപ്പോ മനസ്സിലായ അച്ഛാ. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കി, പകരം അവര് നമ്മളെ നോക്കി കളിയാക്കി ചിരിച്ചു. ഇനി നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയൂ അച്ഛാ. ആ, എപ്പോഴും നീ സ്വന്തമായി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ വരണം. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകും. ഇനി ആരുടെ അടുത്തോ ആലോചന ചോദിക്കാതെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം അച്ഛാ. പകുതി ദൂരം വരെ അച്ഛൻ കഴുതയുടെ പുറത്ത് ഇരുന്നു വാ, ഞാൻ നടന്നു വരാം. ബാക്കിയുള്ള ദൂരം ഞാൻ കഴുതപ്പുറത്തിരിക്കാം, അച്ഛൻ നടന്നു വാ. ഇങ്ങനെ നമ്മൾ മാറി മാറി കഴുതപ്പുറത്ത് ഇരുന്ന് പോവാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ പാഞ്ചോവിന് ക്ഷീണം കാണത്തില്ല. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സബാഷ്, നീ പറഞ്ഞത് ശരി തന്നെ മകനെ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. വാ പാഞ്ചോ, നമുക്ക് പോകാം. വാ വാ പോകാം. നമ്മൾ ഒന്നും കാര്യാക്കണ്ട അച്ഛാ. ലാ 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 ലാ. നമ്മൾ എപ്പോഴും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പ്രതീക്ഷിച്ചോണ്ടേയിരിക്കും. കുട്ടികളെ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം നമ്മൾ എപ്പോഴും ചോദിക്കരുത്, മനസ്സിലായോ? എന്താ കാക്കേ, സുഖം തന്നെയല്ലേ? വായ്ക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് ഒന്നും സംസാരിക്കരുതെന്ന് അറിയാവുന്ന കാക്ക ഒന്നും മിണ്ടാതെ ഇരുന്നു. കുറുക്കൻ മരത്തിന്റെ അടിയിൽ വന്നിരുന്നപ്പോഴും കാക്ക ഒന്നും മിണ്ടിയില്ല.